ഹലോ എവ്രി വൺ, i+ന് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ CSIR നെറ്റ് ലൈഫ് സയൻസിൽ സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷനാണ്. സോ എല്ലാ യൂണിറ്റ്സിൽ നിന്നും ഇച്ചിരി ഓരോരോ ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ട്. സോ ഇതിനകത്ത് ഈ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മൾ 10 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. So first question എന്ന് പറയുന്നത് table below shows types of chemical mutagens and names of the mutagens. Which one of the following options shows the correct match between column X and column Y? So എന്താ പറഞ്ഞേക്കുന്നതെന്ന് വെച്ചാൽ കോളം എക്സിനകത്ത് ടൈപ്സ് ഓഫ് കെമിക്കൽ മ്യൂട്ടാജൻസ് തന്നിട്ടുണ്ട്. സോ എങ്ങനെയാണ് ഈ മ്യൂട്ടാജൻസ് വർക്ക് ചെയ്യുന്നതനുസരിച്ചിട്ട് നമുക്കതിനെ ക്ലാസ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം. സോ ബേസ് അനലോഗ്സ്, ഇന്റർകാലറ്റിംഗ് ഏജൻസ്, ഡീഅമിനേറ്റിംഗ് ഏജൻസ്, ആൽക്കലൈറ്റിംഗ് ഏജൻസ്, ഇതൊക്കെ ഡിഫറെൻറ്റ് ക്ലാസ്സസ് ഓഫ് കെമിക്കൽ മ്യൂട്ടാജൻസ് ആണ്. സോ അതിൻ്റെ എക്സാമ്പിൾസ് ആണ് കോളം വൈനകത്തുള്ളത്. നൈട്രസ് ആസിഡ്, എത്തൈൽ മിഥൈൽ സൾഫോണേറ്റ്, എത്തീഡിയം ബ്രോമൈഡ് ആൻഡ് 5-bromouracil. സോ ഇതിനെ കറക്റ്റായിട്ട് മാച്ച് ചെയ്യാനാണ് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത്. സോ ആദ്യത്തേത് എന്താണ്? ബേസ് അനലോഗ്സ്. സോ ബേസ് അനലോഗ്സിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് 5-bromouracil ആണ്. സോ ഈ ഒരു കോളത്തിനകത്ത് ബേസ് അനലോഗ് എന്ന് പറയുന്നത് 5-bromouracil ആണ്. 5-bromouracil ഏത് ബേസിൻ്റെ അനലോഗാണ്? ഏത് ബേസിനെയാണ് അവർ മിമിക് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ തൈമിനെയാണ് അവർ മിമിക് ചെയ്യുന്നത്. സോ തൈമിനെ മിമിക് ചെയ്തിട്ട് ബ്രോമോയുറാസിൽ അഡെനിനുമായിട്ട് ബോണ്ട് ഫോം ചെയ്യും. പക്ഷേ ഇവർ ഒരു ഈനോളിലേക്ക് ഒരു ടോട്ടോമെറിക് ഷിഫ്റ്റ് കാണിക്കുന്നുണ്ട്. സോ അങ്ങനെ അവർ ഷിഫ്റ്റ് ഈനോൾ ഫോമിലോട്ട് പോകുമ്പോഴത്തേക്കും, കീറ്റോയിൽ നിന്ന് ഈനോൾ ഫോമിലോട്ട് പോകുമ്പോഴത്തേക്കും അവർ ഗ്വാനിനുമായിട്ട് ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനത്തെ ഒരു ഡിഫറൻസ് ഫോം വരുമ്പോഴാണ് A to G ട്രാൻസിഷൻ അവിടെ വരുന്നത്. സോ അങ്ങനെ A to G ട്രാൻസിഷൻ മ്യൂട്ടേഷൻസ് ഒക്കെ ഇങ്ങനെയാണ് കോസ് ചെയ്യുന്നത്. സോ ബേസ് അനലോഗ് ഇതിനകത്ത് ഏതാണ്? 5-bromouracil ആണ്. സോ 5-bromouracil തൈമിൻ്റെ ഒരു ബേസ് അനലോഗാണ്. അത് അഡിനിനുമായിട്ടാണ് പാര് ചെയ്യുന്നത് തൈമിനെ പോലെ. പക്ഷെ അതിൻ്റെ ഈനോൾ ഫോമിൽ ടോട്ടോമെറിക് ഷിഫ്റ്റ് വരുവാണെങ്കിൽ അത് ഗ്വാനിനുമായിട്ട് ബേസ് പാരിങ് ഫോം ചെയ്യും. അതാകുമ്പം A to G ട്രാൻസിഷൻ അവിടെ വന്നു കഴിഞ്ഞു. ഓക്കെ, സോ പ്യൂരിൻ ടു പ്യൂരിൻ അല്ലെങ്കിൽ പിരമിഡിൻ ടു പിരമിഡിൻ കൺവേർഷനെയാണ് നമ്മൾ ട്രാൻസിഷൻ എന്ന് വിളിക്കുന്നത്. സോ ഇതാണ് ബേസ് അനലോഗിൻ്റെ എക്സാമ്പിൾ ആണ് 5-bromouracil. സോ ഓപ്ഷനകത്ത് A4. സോ A ആകെ 4 ഉള്ളത് ഓപ്ഷൻ 1 മാത്രമാണ്. സോ അപ്പോൾ നമുക്ക് ബേസ് അനലോഗിനെ കുറിച്ചുള്ള നോളേജ് ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഈസിലി സോൾവ് ചെയ്യാൻ പറ്റിയേനെ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 1 ആണ്. എന്നാലും നമുക്ക് ബാക്കി ഓപ്ഷൻസ് നോക്കാം. സോ ഇന്റർകാലേറ്റിംഗ് ഏജൻസ്. സോ ഇന്റർകാലേറ്റിംഗ് ഏജൻസ് എന്ന് പറയുമ്പം ഈ കെമിക്കൽസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ബേസിൻ്റെ ഇടയ്ക്ക് പോയി അവർ ഇൻകോർപ്പറേറ്റഡ് ആകും. സോ അങ്ങനത്തെ ഇതിനകത്ത് ഏതാ എക്സാമ്പിൾ എന്ന് വെച്ചാൽ എത്തീഡിയം ബ്രോമൈഡ് ആണ് ഇതിൻ്റെ ഇന്റർകാലേറ്റിംഗ് ഏജൻസ്. സോ B is 3. സോ എത്തീഡിയം ബ്രോമൈഡ് നമുക്കറിയാം, നമ്മൾ ജെൽ ഇലക്ട്രോഫോറസിസിനകത്തൊക്കെ ബാൻഡ്സ് വിഷ്വലൈസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന തരം ഡൈ ആണ്. സോ അത് ബേസിക്കലി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മളത് യൂസ് ചെയ്യുമ്പോൾ ഹാൻഡിൽ ചെയ്യുമ്പം കെയർഫുൾ ആയിട്ടിരിക്കണം, ഗ്ലൗസ് ഒക്കെ ഇടണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് അതൊരു കാർസിനോജൻ ആണ്. എങ്ങനത്തെ മ്യൂട്ടേഷൻസ് ആണെന്ന് വെച്ചാൽ അവർ ഇന്റർകാലേറ്റിംഗ് ഏജൻസ് ആണ്. ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷനൊക്കെ അവർ കോസ് ചെയ്യുന്നുണ്ട്. പിന്നെയുള്ളത് ഡീഅമിനേറ്റിംഗ് ഏജൻസ്. സോ അതിൻ്റെ എക്സാമ്പിളാണ് നൈട്രസ് ആസിഡ്. പിന്നെ ആൽക്കലേറ്റിംഗ് ഏജൻസിൻ്റെ എക്സാമ്പിളാണ് എത്തൈൽ മിഥൈൽ സൾഫോണേറ്റ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് 1 ആണ്. സോ എല്ലാ ക്ലാസ്സിൻ്റെയും ചെറിയതായിട്ട് നമുക്ക് ഡീറ്റെയിൽസ് ഒന്ന് ഈ ഒരു ടേബിളിനകത്ത് നോക്കാം. സോ ആൽക്കൈലേറ്റിംഗ് ഏജൻസിനകത്ത് ഇതൊക്കെയാണ് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. സോ ഈ ഒരു EMS, MMS, EES എന്നൊക്കെ നമ്മൾ കാണുവാണെങ്കിൽ അത് ആൽക്കൈലേറ്റിംഗ് ഏജൻസ് ആണെന്ന് ഓർത്ത് വെക്കാം. പിന്നെ ഉള്ളത് ബേസ് അനലോഗ്സ്. സോ ബേസ് അനലോഗ്സ് നമ്മൾ പറഞ്ഞ പോലെ 5-bromouracil ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബേസ് അനലോഗ് ഇവിടെ ഓർത്ത് വെക്കാനുള്ളത്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്രാൻസിഷൻ മ്യൂട്ടേഷൻ എങ്ങനെയാണ് കോസ് ചെയ്യുന്നതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. പിന്നെ ഉള്ളത് ഇന്റർകാലേറ്റിംഗ് ഏജൻസ്. സോ ഇന്റർകാലേറ്റിംഗ് ഏജൻസ് ബേസസിൻ്റെ ഇടയ്ക്കാണ് ഇൻകോർപ്പറേറ്റഡ് ആവുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ ഫ്രെയിം ഷിഫ്റ്റ് പോലത്തെ മ്യൂട്ടേഷൻസിന് കാരണമാകുന്നുണ്ട്. സോ അതിൻ്റെ എക്സാമ്പിൾസ് ആണ് പലതരം ഡൈസ് ഒക്കെ ഇതിൻ്റെ എക്സാമ്പിൾ ആവുന്നുണ്ട്. എത്തീഡിയം ബ്രോമൈഡ്, ആക്രിഡിൻ ഓറഞ്ച്, പ്രൊഫ്ലാവിൻ, ആക്രിഫ്ലാവിൻ, ഇതൊക്കെയാണ് ഇന്റർകാലേറ്റിംഗ് ഏജൻസിൻ്റെ എക്സാമ്പിൾസ്. പിന്നെ ഉള്ളത് ഡീഅമൈനേറ്റിംഗ് ഏജൻസ്. സോ ഡീഅമൈനേറ്റിംഗ് ഏജൻസ് എന്ന് പറയുമ്പോൾ അമൈനോ ഗ്രൂപ്പിനെ റിമൂവ് ചെയ്യും ബേസിസിൽ നിന്ന്. അപ്പോൾ അത് ട്രാൻസിഷൻ മ്യൂട്ടേഷനിലോട്ട് കാരണമാകും. സോ ഇങ്ങനത്തെ
ഈ അഡിനിനെ ഡീഅമിനേറ്റ് ചെയ്താൽ എന്താകും എന്നുള്ള ചോദ്യങ്ങളും വരാറുണ്ട് ബി സെക്ഷനിൽ. സോ അഡിനിൻ ഹൈപ്പോസാൻതിൻ ആവും, സൈറ്റോസിൻ യുറാസിൽ ആവും, ഗ്വാനിൻ സാൻതിൻ ആവും. അതുകൊണ്ട് തന്നെ അവിടെ ട്രാൻസിഷൻ മ്യൂട്ടേഷൻസ് ആണ് അവിടെയും വരുന്നത്. ഡീഅമൈനേറ്റിംഗ് ഏജൻസിന് എക്സാമ്പിൾ നൈട്രസ് ആസിഡ്, സോഡിയം ബൈസൾഫേറ്റ്, നൈട്രേറ്റ്സ് ഇതൊക്കെയാണ് ഡീഅമൈനേറ്റിംഗ് ഏജൻസിൻ്റെ എക്സാമ്പിൾ. സോ ഇത് ഓർത്ത് വെക്കുക. സോ നമ്മളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 1 ആണ്. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ ഈ ഒരു ചോദ്യത്തിനകത്ത് നമുക്ക് ബേസ് അനലോഗ് 5-ബ്രോമോ യുറാസിലാന്ന് ഓർത്ത് വെച്ചാൽ തന്നെ ഈസിലി സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. So when 8-celled embryo of tunicates, it's separated into 4 blastomere pairs and allowed to grow independently in culture medium, and then each blastomere pair can form most of the cell types. However, cells from nervous system are not developed. The following statements are formed. A. Nervous system development demonstrates autonomic specification. B. The other tissue types are formed due to conditional specification. C. All the tissue types except nervous system that develop demonstrate autonomous specification. D. Nervous system developed demonstrated conditional specification. സോ ഇവിടെ ഇതൊരു ഡെവലപ്മെൻറ്റ് ബയോളജിയിലെ ക്വസ്റ്റ്യൻ ആണ്. ബേസിക്കലി ഓട്ടോണമസ് സ്പെസിഫിക്കേഷനോ കണ്ടീഷണൽ സ്പെസിഫിക്കേഷൻ്റെ കോൺസെപ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണിത്. സോ നമുക്ക് എന്താണ് ഈ ഓട്ടോണമസ് ആൻഡ് കണ്ടീഷണൽ സ്പെസിഫിക്കേഷൻ എന്ന് ബ്രീഫായിട്ട് നോക്കാം. സോ ഓട്ടോണമസ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുമ്പം ഒരു സെല്ലിൻ്റെ ഫേറ്റ് അവരിലുള്ള ഈ ഒരു സൈറ്റോപ്ലാസ്മിക് ഡിറ്റർമിനൻസ് ആണ് തീരുമാനിക്കുന്നത്. ലൈക്ക് mRNA ആൻഡ് പ്രോട്ടീൻ. അതാണ് ഓട്ടോണമസ് സ്പെസിഫിക്കേഷൻ. ലെറ്റ്സ് സേ ഇതാണ് നമ്മളുടെ ഒരു സെല്ല്. അതൊരു എൻവയോൺമെൻറ്റ് 1-നകത്താണ് ഇരിക്കുന്നതെന്ന് നോക്കാം. സോ അതേ സെല്ലിന് നമ്മൾ എൻവയോൺമെൻറ്റ് 2-നകത്ത് ഇട്ടു. സോ ഇതിൻ്റെ ഫേറ്റ്സ് എങ്ങനെയായിരിക്കും? ഇവിടെ ഇതിൻ്റെ ഫേറ്റ് എ എന്ന് പറയുന്ന ഫേറ്റ് ആണെങ്കിൽ ഈ എൻവയോൺമെൻറ്റ് 2-നകത്തും ഇവരുടെ ഫേറ്റ് എ തന്നെ ആയിരിക്കും. അതാണ് ഓട്ടോണോമസ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ബിക്കോസ് ഇവരുടെ ഫേറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഈ സെല്ലിനകത്തുള്ള mRNAയും പ്രോട്ടീൻസും ഒക്കെയാണ് ഈ ഫേറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ രണ്ട് എൻവയോൺമെൻറ്റ്, സോ ഇവിടെ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് ബാക്കി സെൽസൊക്കെ റിലീസ് ചെയ്യുന്ന മോളിക്യൂൾസ് ഒക്കെ ആവാം. സോ ഡിഫറെൻറ്റ് എൻവയോൺമെൻറ്റിനകത്തും സെയിം ഫേറ്റ് ആണ് ഇവർ വരുന്നത്. സോ അതാണ് ഓട്ടോണോമസ് സ്പെസിഫിക്കേഷൻ. അതേസമയം കണ്ടീഷണൽ സ്പെസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഫേറ്റ് ഓഫ് ദ ബ്ലാസ്റ്റോമിയേഴ്സ് ഇസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ഇൻറ്ററാക്ഷൻ വിത്ത് ദ അതർ സെൽസ്. സോ എൻവയോൺമെൻറ്റ് ഇവിടെ ഒരു മേജർ റോള് പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ കണ്ടീഷണൽ സ്പെസിഫിക്കേഷൻ്റെ സെല്ലാണെന്ന് വെച്ചു. സോ ഇതൊരു എൻവയോൺമെൻറ്റ് 1 ആണ്. ഇത് എൻവയോൺമെൻറ്റ് 2 ആണെങ്കിൽ ഇവിടെ ഇതിൻ്റെ ഫേറ്റ് എ ആണെങ്കിൽ ഇവിടെ ഇതിൻ്റെ ഫേറ്റ് ബി ആയിരിക്കും. ബിക്കോസ് സറൗണ്ടിങ് സെൽസ് എന്താണ് റിലീസ് ചെയ്യുന്നത് എന്നുള്ളത് ഇവർ മേജറായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോ അതാണ് കണ്ടീഷണൽ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ ഇതാണ് ഇവിടുത്തെ മേജർ പോയിന്റ്. ഓട്ടോണോമസ് സ്പെസിഫിക്കേഷൻസ് അവരുടെ സൈറ്റോപ്ലാസ്മിക് ഡിറ്റർമിനൻസ് ആണ് ഇവരുടെ ഫേറ്റ് തീരുമാനിക്കുന്നത്. അതേസമയം കണ്ടീഷണൽ സ്പെസിഫിക്കേഷനകത്ത് ഇൻറ്ററാക്ഷൻ വിത്ത് അതർ സെൽസ് ആണ് ഇവരുടെ ഫേറ്റ് തീരുമാനിക്കുന്നത്. സോ ഈ ഒരു നോളേജ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യന് സോൾവ് ചെയ്യാൻ നോക്കാം. സോ ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ 8-celled ആയിട്ടുള്ള എംബ്രിയോനെ 4 ബ്ലാസ്റ്റോമിയസ് പെയർ ആയിട്ട് സെപ്പറേറ്റ് ചെയ്തു. അങ്ങനെ ചെയ്തപ്പോഴത്തേക്കും ഇൻഡിപെൻഡൻ്റ്ലി അവർ കൾച്ചർ മീഡിയയിൽ ഗ്രോ ചെയ്യാൻ അലോ ചെയ്തു. അപ്പം ബ്ലാസ്റ്റോമിയർ പെയർസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ മോസ്റ്റ് ഓഫ് ദ സെൽ ടൈപ്സും അവിടെ ഫോം ചെയ്യുന്നുണ്ട്. എക്സെപ്റ്റ് നെർവസ് സിസ്റ്റം മാത്രം അവിടെ ഫോം ചെയ്യുന്നില്ല. സോ മോസ്റ്റ് ഓഫ് ദ സെൽസ് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ മോസ്റ്റ് ഓഫ് ദ സെൽസും എങ്ങനെയാണ്? അവർ ഓട്ടോണോമസ് സ്പെസിഫിക്കേഷൻ ആണ്. ബിക്കോസ് ആ സെൽസ് ഫോം ചെയ്യാനുള്ള എല്ലാ കോമ്പോണൻസും ആ സെല്ലിനകത്ത് തന്നെ ഉണ്ട്. അപ്പം അവരെന്തായിരിക്കും? മോസ്റ്റ് ഓഫ് ദ സെൽസ് എന്താണ്? ഓട്ടോണോമസ് സ്പെസിഫിക്കേഷൻ. ഇവിടെ ഫോം ആകാതിരുന്നത് നെർവസ് സിസ്റ്റമാണ്. ബിക്കോസ് എൻവയോൺമെൻറ്റ് ചേഞ്ച് ആയപ്പോഴത്തേക്കും സെൽസിനെ സെപ്പറേറ്റ് ചെയ്തപ്പോഴത്തേക്കും നെർവസ് സിസ്റ്റത്തിന് ഫോം ആവാൻ വേണ്ടിയിട്ടുള്ള ഫാക്ടേഴ്സ് അവിടെ മിസ്സായി. സോ എൻവയോൺമെൻറ്റ് മാറിയപ്പോഴത്തേക്കും അവർ ഫോം ആയില്ല. അപ്പം ആ നെർവസ് സിസ്റ്റം ഫോം ചെയ്യേണ്ട സെൽസ് വേറെ എന്തൊക്കെയോ സെൽസ് അവിടെ ഫോം ചെയ്തു. അപ്പം അതെന്താണ്? കണ്ടീഷണൽ സ്പെസിഫിക്കേഷൻ. ഇപ്പം നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കാം. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറയുന്നത്? നെർവസ് സിസ്റ്റം ഡെവലപ്മെൻറ്റ് ഡെമോൺസ്ട്രേറ്റ് ഓട്ടോണോമസ് സ്പെസിഫിക്കേഷൻ. അതെല്ലാം നമ്മൾ പറഞ്ഞത്. ഇത് ഓപ്ഷൻ എ, സ്റ്റേറ്റ്മെൻറ്റ് എ തെറ്റാണ്. ദ അതർ ടിഷ്യൂ ടൈപ്സ് ആർ ഫോം ഡ്യൂ ടു കണ്ടീഷണൽ സ്പെസിഫിക്കേഷൻ. അതർ ടിഷ്യൂസ് ആണ് ഓട്ടോണോമസ് സ്പെസിഫിക്കേഷൻ. അപ്പം ഇതും തെറ്റാണ്. നെക്സ്റ്റ്,
all the tissue types except nervous system that develop demonstrate autonomous specification. ഇത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതേപോലെ തന്നെ ഫോർത്ത്, നെർവസ് സിസ്റ്റം ഡെവലപ്ഡ് ഡെമോൺസ്ട്രേറ്റ് കണ്ടീഷണൽ സ്പെസിഫിക്കേഷൻ. അതാണ് നമ്മൾ പറഞ്ഞത്. നെർവസ് സിസ്റ്റം അവിടെ ഡെവലപ്പ് ആകാണ്ട് പോയി എൻവയോൺമെൻറ്റ് മാറിയപ്പോഴത്തേക്കും. സോ അത് കണ്ടീഷണൽ സ്പെസിഫിക്കേഷൻ ആണ്. സോ സി ആൻഡ് ഡി ഏതാണ്? തേർഡ് ഓപ്ഷൻ ആണ് സി ആൻഡ് ഡി വരുന്നത്. സോ റൈറ്റ് ആൻസർ ഇസ് സി ആൻഡ് ഡി. സോ ഇങ്ങനത്തെ കണ്ടീഷണൽ സ്പെസിഫിക്കേഷൻ്റെ ഓട്ടോണമസ് സ്പെസിഫിക്കേഷൻ്റെ എപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറുള്ളതാണ്. ബട്ട് സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ തന്നെ എത്ര വലിയ ക്വസ്റ്റ്യൻസ് ആയാലും നമുക്ക് ഈസിലി ആൻസർ ചെയ്യാൻ പറ്റും. സോ ആൻസർ ഇസ് സി ആൻഡ് ഡി. സോ നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. When bacteria growing at 20 degrees Celsius are warmed to 37 degrees Celsius, they are most likely to synthesize membrane lipids with more. Option 1, short chain saturated fatty acids. Option 2, short chain unsaturated fatty acids. Option 3, long chain saturated fatty acids. Option 4, long chain unsaturated fatty acids. So ഇത് ഇവിടെ മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്ഥിരം ഇങ്ങനത്തെ ഈ ഒരു കോൺസെപ്റ്റിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ നമ്മുടെ ഒരു പ്ലാസ്മ മെംബ്രെയിനെ കൺസിഡർ ചെയ്യുവാണെങ്കിൽ അതിനൊരു ഓപ്റ്റിമം ഫ്ലൂയിഡിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി എനി ഓർഗാനിസം, ബാക്ടീരിയ മാത്രമല്ല ഏത് ഓർഗാനിസം എടുത്താലും അതിൻ്റെ ആ ഒരു ഫ്ലൂയിഡിറ്റി ഓപ്റ്റിമലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോഴായിരിക്കും പ്രോസസ്സൊക്കെ ട്രാൻസ്പോർട്ടിങ് പ്രോസസ്സൊക്കെ പ്രോപ്പറായിട്ട് നടക്കുന്നത്. സോ ടെമ്പറേച്ചർ കൂടുവാണെങ്കിൽ സോ ഫ്ലൂയിഡിറ്റിയും കൂടും. സോ ടെമ്പറേച്ചർ കൂടുവാണെങ്കിൽ ആ മെംബ്രെയിൻ ഒത്തിരി ഫ്ലൂയിഡ് ആകും. സോ അങ്ങനെ ഒത്തിരി ഫ്ലൂയിഡ് ആകാൻ പാടില്ല. ഒരു ഓപ്റ്റിമൽ ഫ്ലൂയിഡിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ആവശ്യമാണ്. സോ അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ നമ്മളുടെ സെൽസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനെ അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ രീതിക്കുള്ള അതിന് വേണ്ട രീതിക്കുള്ള ഫ്ലൂയിഡിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഫാറ്റി ആസിഡ്സ് സിന്തസൈസ് ചെയ്യും. ഈ ട്രാൻസിഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് TM എന്ന് പറയുന്നത് ഈ ഒരു ഫാറ്റി ആസിഡ്സിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ്. സോ നമുക്ക് ഏത് തരത്തിലുള്ള ഫാറ്റി ആസിഡ് സിന്തസൈസ് ചെയ്താലാണ് നമുക്ക് ഈ ഒരു ഫ്ലൂയിഡിറ്റീനെ കുറയ്ക്കാൻ പറ്റുക. അതായത് TMനെ നമുക്ക് കൂട്ടണം, ട്രാൻസിഷൻ ടെമ്പറേച്ചറിനെ നമുക്ക് കൂട്ടണം. സോ അതിന് വേണ്ടിയിട്ടുള്ള ഫാറ്റി ആസിഡ്സ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഷോർട്ട് ചെയിൻ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്, ഷോർട്ട് ചെയിൻ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ്, ലോങ് ചെയിൻ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ്, ലോങ് ചെയിൻ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ്. സോ ഇതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ലോങ് ചെയിൻ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ആണ്. സോ അതിൻ്റെ കാരണം ആദ്യത്തെ നമുക്ക് ലോങ് ചെയിൻ്റെ കാര്യം പറയാം. സോ ലോങ് ചെയിൻ ആണെങ്കിൽ ലോങ് ചെയിൻ പോലത്തെ ഫാറ്റി ആസിഡ്സ് ആണ് സിന്തസൈസ് ആവുന്നെങ്കിൽ അവർ തമ്മിലുള്ള ഇൻറ്ററാക്ഷൻ കൂടുതലായിരിക്കും. അങ്ങനെ ഒരു റിജിഡിറ്റി അതിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. സോ അതാണ് ലോങ് ചെയിൻ ഫാറ്റി ആസിഡ് സിന്തസൈസ് ചെയ്യുന്നതിൻ്റെ റീസൺ. പിന്നെ ഉള്ളത് സാച്ചുറേറ്റഡ് ആകുമ്പോഴത്തേക്കും കിങ്സ് ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ ലീനിയർ ആയിട്ടുള്ള സ്ട്രക്ചറാണ് നമുക്ക് കാണുന്നത്. അതേസമയം അൺസാച്ചുറേറ്റഡ് ആകുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ബെൻഡിങ് ഫോം നമുക്ക് കാണും. സോ ആ ഒരു ബെൻഡ് വരുമ്പോഴത്തേക്കും അവിടെ തമ്മിലുള്ള ഇൻറ്ററാക്ഷൻസ് കുറയുവാണ്. സോ റിജിഡായിട്ട് ആ ഒരു ഇൻറ്ററാക്ഷൻ മാക്സിമം വരണമെങ്കിൽ അത് ലോങ് ചെയിനും ആയിരിക്കണം, അതേപോലെ തന്നെ സാച്ചുറേറ്റഡും ആയിരിക്കണം. സോ ടെമ്പറേച്ചർ കൂടുമ്പോഴത്തേക്കും ഫ്ലൂയിഡിറ്റി ഒത്തിരി കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ട്രാൻസിഷൻ ടെമ്പറേച്ചറിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു ലോങ് ചെയിൻ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ആണ് സിന്തസൈസ് ചെയ്യേണ്ടത്. സോ അതാണ് ഈ ഒരു ഇമേജിനകത്ത് നമുക്ക് കാണുന്നത്. ഹയർ ടെമ്പറേച്ചർ ആണെങ്കിൽ നമുക്ക് ലോങ് ചെയിൻ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ആണ് അവിടെ വേണ്ടത്, ആ ഒരു മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതേസമയം ലോ ടെമ്പറേച്ചർ ആണെങ്കിൽ നമുക്ക് അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റി ആസിഡ്സ് ആണ് അവിടെ വേണ്ടത്. സോ എൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ലോങ് ചെയിൻ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Given below are the larval stages and phylum to which they belong. Select the incorrect combination. So ഇവിടെ ലാർവൽ ഫോംസും ഫൈലംസും ആണ് കൊടുത്തിട്ടുള്ളത്. അതിനകത്ത് ഇൻകറക്റ്റ് കോമ്പിനേഷൻ ആണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. സോ ബേസിക്കലി ഈ ഒരു ഡൈവേഴ്സിറ്റി യൂണിറ്റിൽ നിന്ന് ലാർവൽ ഫോംസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഇതിനകത്ത് ആദ്യത്തെ ഓപ്ഷൻ പാരൻകൈമ ആൻഡ് ആംഫിബാസ്റ്റുല പോറിഫെറ, ഇത് റൈറ്റ് ആൻസർ ആണ്. പോറിഫെറയുടെ തന്നെ ലാർവൽ ഫോംസ് ആണ് ഇതൊക്കെ. പിന്നെ ബൈപ്പിനേരിയ, ഓറിക്കുലേരിയ, ഇത് മെക്കൈനോഡേമിൻ്റെ ലാർവൽ സ്റ്റേജസ് ആണ്. ബൈപ്പിനേരിയ സ്റ്റാർ ഫിഷിൻ്റെയും അതേപോലെ തന്നെ ഓറിക്കുലേരിയ സീ കുക്കുംബറിൻ്റെയൊക്കെ ലാർവൽ സ്റ്റേജസ് ആണ്. സോ അതും റൈറ്റ് ആൻസർ ആണ്. പിന്നെ തേർഡ് വൺ എന്ന് പറയുന്നത് ടോർനേരിയ ആൻഡ് ആക്സോട്ടൈൽ ലാർവ ഹെമികോർഡേറ്റ, ഇത് തെറ്റാണ്. ഈ ഒരു പോർഷൻ കറക്റ്റാണ്.
ബട്ട് ഈ ആക്സോട്ടൈൽ ലാർവ എന്ന് പറയുന്നത് നമ്മുടെ സാലമാൻഡറിൻ്റെ ലാർവയാണ്. നിയോട്ടണിയൊക്കെ ഷോ ചെയ്യുന്ന ലാർവയാണ് ആക്സോട്ടൈൽ. സോ ഇത് കോമൺ ആയിട്ടുള്ള നോളേജാണ്. സോ ഈ ഓപ്ഷൻ തെറ്റാണ്. സോ ബേസിക്കലി കറക്റ്റ് ആൻസറാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഇൻകറക്റ്റ് ഓപ്ഷനാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് 3 ആണ്. പിന്നെ 4th ഓപ്ഷനകത്തുള്ളത് പ്ലാനുല ആൻഡ് എഫൈറ ലാർവ നിഡേരിയ ഫൈലം, അതും കറക്റ്റ് ഓപ്ഷനാണ്. സോ റെഫറൻസിന് വേണ്ടിയിട്ട് മേജർ ആയിട്ടുള്ള ഫൈലംസും അതുപോലെ തന്നെ ലാർവൽ ഫോംസും തന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യുക. ആൻഡ് എസ്പെഷ്യലി ഈ ഒരു എക്കൈനോഡേംസിൻ്റെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാറ്റഗറീസിന്, സ്റ്റാർ ഫിഷ്, ബ്രിട്ടിൽ ഫിഷ്, ഇങ്ങനത്തെ ഡിഫറെൻറ്റ് കാറ്റഗറീസിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ലാർവൽ ഫോംസ് ഉണ്ട്. സോ അതും ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. സോ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്, അതായത് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ടർനേറിയ ആൻഡ് ആക്സോട്ടൈൽ ലാർവ ഹെമികോർഡാറ്റൻ്റെ ആ ഒരു കോമ്പിനേഷനാണ് തെറ്റ്. ബിക്കോസ് ആക്സോട്ടൈൽ ലാർവ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ കാണിച്ചിട്ടുണ്ട്, സാലമാൻഡർ സ്പീഷീസ് ആംബ്ലിയോസ്റ്റോമ മെക്സിക്കാനം എന്ന് പറയുന്ന സ്പീഷീസിൻ്റെ ലാർവയാണ് ഈ ആക്സോട്ടൈൽ ലാർവ, ഹെമികോർഡേറ്റ്സിൻ്റെ അല്ല. സോ നമുക്ക് 5th ക്വസ്റ്റ്യനിലോട്ട് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് PKA is not correct? Option 1. Inactive PKA is a tetramer consisting of 2 regulatory subunits and 2 catalytic subunits. So നമ്മൾ ഓപ്ഷൻസ് വായിക്കുന്നതിന് മുന്നേ നമുക്ക് ആദ്യം ഈ PKA എന്താണ്, ഈ ഒരു പ്രോസസ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. സോ ഇതാണ് നമ്മുടെ ഒരു GPCRൻ്റെ മെയിൻ ആയിട്ടുള്ള പാത്വേ, സ്റ്റിമുലേറ്ററി പാത്വേ ഇതാണ്. സോ GPCR പ്രോട്ടീൻ ഉണ്ട്, ലൈഗാൻഡ് വന്ന് ബൈൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ G-alpha പ്രോട്ടീൻ അവിടെ GTP വന്ന് ബൗണ്ട് ചെയ്യും. സോ അപ്പോൾ അത് ആക്ടിവേറ്റഡ് ആവും. എന്നിട്ട് അത് അഡെനിലിൻ സൈക്ലേസിനെ ആക്ടിവേറ്റ് ചെയ്യും. അഡെനിലിൻ സൈക്ലേസ് ATPനെ CAMP ആയിട്ട് മാറ്റും. CAMP എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്രോട്ടീൻ കൈനേസ്, ഇതാണ് നമ്മൾ പറഞ്ഞ PKA, പ്രോട്ടീൻ കൈനേസ് എനെ ആക്ടിവേറ്റ് ചെയ്യും. സോ എങ്ങനെയാണ് ഇത് പ്രോട്ടീൻ കൈനേസ് എനെ ആക്ടിവേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, പ്രോട്ടീൻ കൈനേസ് എ ഇന്നാക്റ്റീവ് ഫോമിൽ ഒരു ഹെട്രോ ടെട്രോമർ ആയിട്ടാണ് ഇരിക്കുന്നത്. അതിന് 2 റെഗുലേറ്ററി സബ് യൂണിറ്റും 2 കാറ്റലിറ്റിക് സബ് യൂണിറ്റുമാണ് ഉള്ളത്. ഈ റെഗുലേറ്ററി സബ് യൂണിറ്റ് കാറ്റലിറ്റിക് സബ് യൂണിറ്റിനെ ഇന്നാക്ടിവേറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പം അഡെനിലിൻ സൈക്ലേസ് CAMP പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഈ CAMP പോയി റെഗുലേറ്ററി സബ് യൂണിറ്റിനെ ബൈൻഡ് ചെയ്യും. അങ്ങനെ ബൈൻഡ് ചെയ്യുമ്പോഴത്തേക്കും അത് കാറ്റലിറ്റിക് സബ് യൂണിറ്റായിട്ട് ഡിറ്റാച്ച് ആവും. എന്നിട്ട് ഇവിടെ നമുക്ക് ആക്റ്റീവായിട്ടുള്ള കാറ്റലിറ്റിക് സബ് യൂണിറ്റ് ഉണ്ട്. സോ റെഗുലേറ്ററി സബ് യൂണിറ്റ് വിട്ടുപോയപ്പോഴത്തേക്കും കാറ്റലിറ്റിക് സബ് യൂണിറ്റ് ഇവിടെ ആക്റ്റീവ് ആയിട്ടുണ്ട്. സോ ഈ കാറ്റലിറ്റിക് സബ് യൂണിറ്റ് ആണ് പിന്നെ ബാക്കിയുള്ള ഫോസ്ഫോറൈലേഷൻ ഒക്കെ ചെയ്യുന്നത്. സോ ഇതാണ് PKA കുറിച്ച് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഇൻഫർമേഷൻസ്. സോ ഇത് വെച്ചിട്ട് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നൊന്നായിട്ട്, ഓപ്ഷൻസ് ഒന്നൊന്നായിട്ട് വായിക്കാം. സോ ആദ്യം എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഇന്നാക്റ്റീവ് PKA ഇസ് എ ടെട്രാമർ കൺസിസ്റ്റിംഗ് ഓഫ് 2 റെഗുലേറ്ററി സബ് യൂണിറ്റ്സ് ആൻഡ് 2 കാറ്റലിറ്റിക് സബ് യൂണിറ്റ്സ്. സോ കറക്റ്റാണ്, നമ്മൾ പറഞ്ഞ പോലെ തന്നെ 2 റെഗുലേറ്ററി സബ് യൂണിറ്റും 2 കാറ്റലിറ്റിക് സബ് യൂണിറ്റുമാണ് PKA-നുള്ളത്. സോ ആ ഓപ്ഷൻ കറക്റ്റാണ്. ബട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് വിച്ച് ഇസ് നോട്ട് കറക്റ്റ്. സോ ഈ ഒരു ഓപ്ഷൻ കറക്റ്റാണ്. സോ ഓപ്ഷൻ 1 അല്ല. Second option, each R subunit binds to the active site in the catalytic domain and inhibits the activity of the catalytic subunit. സോ അതും കറക്റ്റാണ്. ആർ എവിടെ ബൈൻഡ് ചെയ്യുന്നത്, കാറ്റലിറ്റിക് സബ് യൂണിറ്റിനകത്ത് ബൈൻഡ് ചെയ്തിട്ട് അവരുടെ ആക്ടിവിറ്റീനെ സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അവരെ ഇന്നാക്റ്റീവ് ആക്കിയാണ് ചെയ്യുന്നത്. സോ റെഗുലേറ്ററി സബ് യൂണിറ്റ് കാറ്റലിറ്റിക് സബ് യൂണിറ്റായിട്ട് ബൈൻഡ് ചെയ്തിട്ട് ഇന്നാക്ടിവേറ്റ്സ് ദി ഹെട്രോ ടെട്രാമർ. സോ അതും കറക്റ്റാണ്. ഓപ്ഷൻ 3 എന്ന് പറയുന്നത്, each R subunit has 2 distinct CAMP binding sites and binding of CAMP occurs in a cooperative fashion. സോ അതും കറക്റ്റാണ്. ഈച്ച് R നമ്മൾ നോക്കുകയാണെങ്കിൽ 2 ക്യാമ്പ് ബൈൻഡിങ് സബ് യൂണിറ്റ് ഉണ്ട് ആൻഡ് അത് കോഓപ്പറേറ്റീവ് ഫാഷനിലാണ് അതിൻ്റെ ബൈൻഡിങ്ങും നടക്കുന്നത്. അതുകൂടെ ഓർത്ത് വെക്കുക. സോ ഒരു റെഗുലേറ്ററി റീജിയനകത്ത് 2 ക്യാമ്പ് ബൈൻഡിങ് റേഞ്ചിനാണ് ഉള്ളത്. സോ അതും കറക്റ്റാണ്. 4ാമത്തെ ഓപ്ഷൻ എന്താണ്, ബൈൻഡിങ് ഓഫ് ദ CAMP ടു ദ R സബ് യൂണിറ്റ് കോസസ് എ കൺഫർമേഷണൽ ചേഞ്ച് റിസൾട്ടിങ് ഇൻ ബൈൻഡിങ് ടു ദ സൈറ്റ് അതർ ദൻ ദ കാറ്റലിറ്റിക് സൈറ്റ് കോസിങ് സ്ട്രെങ്തനിങ് ഓഫ് ദ ബൈൻഡിങ് ടു ദ C സബ് യൂണിറ്റ് ആക്ടിവേറ്റിംഗ് ദ കൈനേസ് ആക്ടിവിറ്റി. സോ ഇതാണ് തെറ്റായ ഓപ്ഷൻ എന്ന് പറയുന്നത്. സോ കറക്റ്റ് ആൻസർ ഇസ് 4. സോ ബേസിക്കലി ഇവിടെ എന്താ പറഞ്ഞേക്കുന്നതെന്ന് വെച്ചാൽ, ഈ ആറും സിയും കൂടെ ബൈൻഡ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ
സ്ട്രെങ്തനിങ് ഓഫ് ദ ബൈൻഡിങ് CMP ബൈൻഡ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ സ്ട്രെങ്തനിങ് ഓഫ് ദ ബൈൻഡിങ് എന്നാണ് പറഞ്ഞേക്കുന്നത്. തിരിച്ചാണ്. സോ CMP R സബ്യൂണിറ്റിനകത്ത് ബൈൻഡ് ചെയ്യുമ്പോഴത്തേക്കും കാറ്റലിറ്റിക് സബ്യൂണിറ്റായിട്ട് ഡിസോസിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് C ആക്ടിവേറ്റഡ് ആവുന്നത്. സോ ഇവിടെ ഓപ്പോസിറ്റ് ആണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ 4 ആണ് റോങ്. അതുകൊണ്ട് 4 ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. ബിക്കോസ് നമുക്ക് വിച്ച് ഇസ് നോട്ട് കറക്റ്റ് ആണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. സോ ഓപ്ഷൻ 4 ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് മോഡിഫിക്കേഷൻ ഡസ് നോട്ട് ലീഡ് ടു ട്രാൻസ്ലേഷൻ ഇൻഹിബിഷൻ? സോ ഇതിനകത്ത് ഏത് മോഡിഫിക്കേഷൻ ആണ് ട്രാൻസ്ലേഷൻ ഇൻഹിബിഷനെ കോസ് ചെയ്യാത്തതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ പ്രോകാരിയോട്സ് ആണോ യൂകാരിയോട്സ് ആണോ ഒന്നും സ്പെസിഫൈ ചെയ്തിട്ടില്ല. സോ ഇവിടെ രണ്ട് കോൺസെപ്റ്റ് മിക്സ് ചെയ്തിട്ടാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് നോക്കാം. ന്യൂക്ലിയോടൈഡ്, ഫസ്റ്റ് ഓപ്ഷൻ, ന്യൂക്ലിയോടൈഡ് അഡിഷൻ റിസൾട്ടിങ് ഇൻ ദ സ്റ്റെം ലൂപ്പ് സ്ട്രക്ചർ in the mRNA upstream of Shine-Dalgarno sequence. So Shine-Dalgarno sequence-ന്റെ upstream-ൽ ഒരു ലൂപ്പ് ഫോം ചെയ്താൽ ട്രാൻസ്ലേഷൻ ഇൻഹിബിഷൻ നടക്കൂ ഇല്ലയോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ Shine-Dalgarno സീക്വൻസ് ഒക്കെ ഇത് നമ്മുടെ പ്രോകാരിയോട്സിൻ്റെ കോൺസെപ്റ്റാണ്. സോ Shine-Dalgarno സീക്വൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ട്രാൻസ്ലേഷൻ ഇനീഷ്യേഷന് വേണ്ടിയിട്ട്. ബട്ട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് RNA അപ്സ്ട്രീം ആണ്. സോ അപ്സ്ട്രീം ഒരു RNA ലൂപ്പ് ഫോം ചെയ്തെന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ട്രാൻസ്ലേഷൻ ഇൻഹിബിഷൻ നടക്കാൻ ചാൻസ് ഇല്ല. എന്നാൽ നമുക്ക് ബാക്കി ഓപ്ഷൻസും കൂടി നോക്കാം. Nucleotide addition resulting in the Shine-Dalgarno sequence being part of the stem loop structure in the mRNA. So Shine-Dalgarno sequence-നകത്താണ് ഈ ഒരു സ്റ്റെം ലൂപ്പ് സ്ട്രക്ചർ ഫോം ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തായാലും ട്രാൻസ്ലേഷൻ ഇൻഹിബിഷൻ നടക്കും. സോ ഇതല്ല റൈറ്റ് ആൻസർ. ബിക്കോസ് നമുക്ക് കണ്ടുപിടിക്കുന്നത് ഡസ് നോട്ട് ലീഡ് ടു ട്രാൻസ്ലേഷൻ ഇൻഹിബിഷൻ ആണ്. ബിക്കോസ് പ്രോകാരിയോട്സിനകത്ത് Shine-Dalgarno സീക്വൻസ് ഇനീഷ്യേഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സീക്വൻസ് ആണ്. അവിടെയാണ് നമ്മളുടെ 16S rRNA ഒക്കെ പെയർ ചെയ്തിട്ട് സ്മോൾ സബ് യൂണിറ്റ് ഒക്കെ ഫസ്റ്റ് ഒന്ന് അറ്റാച്ച് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ എന്തായാലും Shine-Dalgarno സീക്വൻസിനകത്ത് ലൂപ്പ് ഫോം ചെയ്യുവാണെങ്കിൽ ആ ബേസ് പെയറിംഗ് പ്രോപ്പറായിട്ട് നടക്കത്തില്ല. അതുകൊണ്ട് തന്നെ ട്രാൻസ്ലേഷൻ ഇൻഹിബിഷൻ എന്തായാലും അവിടെ നടക്കും. സോ ഇത് രണ്ടും പ്രോകാരിയോട്സിൻ്റെ കേസിലാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ മൂന്നാമത്തെ ഓപ്ഷൻ, എക്സ്പ്രഷൻ ഓഫ് ELF2 മ്യൂട്ടൻറ്റ് മിമിക്കിങ് ഇറ്റ്സ് ഫോസ്ഫോറൈലേറ്റഡ് സ്റ്റേറ്റ്. സോ ELF2 നമുക്ക് ഈ ഒരു ഇമേജിനകത്ത് കാണാം. ELF2 ഫോസ്ഫോറൈലേറ്റഡ് ആണെങ്കിൽ അവിടെ ട്രാൻസ്ലേഷൻ നടക്കത്തില്ല. സോ വെൻ ELF2 is phosphorylated, translation is blocked. But ELF2 is not phosphorylated, translation occurs. ഇങ്ങനെയാണ് ഈ എലോങ്കേഷൻ യൂക്കാരിയോട്ടിക് ഇനീഷ്യേഷൻ ഫാക്ടർ 2ൻ്റെ കാര്യം വർക്ക് ചെയ്യുന്നത്. സോ ഇത് യൂക്കാരിയോട്ടിക് ട്രാൻസ്ലേഷനിൽ നിന്നാണ് ഈ ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നത്. നാലാമത്തെ ഓപ്ഷൻ നോക്കാം. മ്യൂട്ടേഷൻ ദറ്റ് ലീഡ്സ് ടു ഡിക്രീസ് ഇൻ പ്രൊസസിവിറ്റി ഓഫ് ക്യാപ്പിംഗ് എൻസൈം ദറ്റ് ലീവ്സ് ന്യൂമറസ് mRNAs ഡിവോയിഡ് ഓഫ് ക്യാപ് സ്ട്രക്ചർ. സോ ക്യാപ് സ്ട്രക്ചർ യൂക്കാരിയോട്സിനകത്താണ്. ക്യാപ് സ്ട്രക്ചർ യൂക്കാരിയോട്സിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ട്രാൻസ്ലേഷൻ ഇനീഷ്യേഷൻ. അതേപോലെ തന്നെ ഈ mRNA ന്യൂക്ലിയസിൽ നിന്ന് സൈറ്റോപ്ലാസത്തിനകത്ത് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വരെ ക്യാപ് പ്രോട്ടീൻസ്, ആ ഒരു ക്യാപ് സ്ട്രക്ചർ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ ക്യാപ്പ് ഇല്ലെങ്കിലും ട്രാൻസ്ലേഷൻ ഇൻഹിബിഷൻ നടക്കാം. സോ ഇവിടുത്തെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് 1 ആണ്. ബിക്കോസ് സ്റ്റെം ലൂപ്പ് സ്ട്രക്ചർ Shine-Dalgarno സീക്വൻസിൻ്റെ അപ്സ്ട്രീം ആണെങ്കിൽ അത് ട്രാൻസ്ലേഷനെ ഇൻഹിബിറ്റ് ചെയ്യണം എന്നില്ല. സോ നമുക്ക് ആ Shine-Dalgarno സീക്വൻസിനെ ഒന്ന് നോക്കാം. സോ ഇത് പ്രോകാരിയോട്സിനകത്താണ് ഈ Shine-Dalgarno സീക്വൻസ് ഉള്ളത്. ഇനീഷ്യേഷൻ കോഡാണ് Shine-Dalgarno സീക്വൻസിൻ്റെ ഡൗൺ സ്ട്രീം ആയിട്ടാണ് നമുക്ക് കാണുന്നത്. സ്മോൾ സബ് യൂണിറ്റിനകത്തുള്ള 16S rRNA Shine-Dalgarno സീക്വൻസുമായിട്ട് ബേസ് പാരിങ് ഫോം ചെയ്യുന്നുണ്ട്. സോ ഇവിടെ ഒരു സ്റ്റെം ലൂപ്പ് സ്ട്രക്ചർ ഫോം ചെയ്തെന്ന് പറഞ്ഞ് ട്രാൻസ്ലേഷൻ്റെ ഇൻഹിബിഷൻ വരണമെന്ന് ഇല്ല. സോ അതുകൊണ്ട് തന്നെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 1 ആണ്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സൈറ്റോടോക്സിക് T സെൽസ് എക്സ്പ്രസസ്. സൈറ്റോടോക്സിക് T സെൽസ് എന്തൊക്കെയാണ് എക്സ്പ്രസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ 1 CD8 മാർക്കർ ആൻഡ് ആർ ക്ലാസ് 2 MHC റെസ്ട്രിക്റ്റഡ്. ഓപ്ഷൻ 2 CD4 മാർക്കർ ആൻഡ് ആർ ക്ലാസ് 1 MHC റെസ്ട്രിക്റ്റഡ്. ഓപ്ഷൻ 3 CD4 മാർക്കർ ആൻഡ് ആർ ക്ലാസ് 2 MHC റെസ്ട്രിക്റ്റഡ്. CD8 മാർക്കർ ആൻഡ് ക്ലാസ് 1 MHC റെസ്ട്രിക്റ്റഡ്. സോ നമ്മൾ നോക്കുവാണെങ്കിൽ ഇതാണ് നമ്മളുടെ സൈറ്റോടോക്സിക് T സെൽസ്. ഇതാണ് T helper cells. ബേസിക്കലി സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ബട്ട് ഇവിടെ കൺഫ്യൂഷൻ വരാൻ പാടില്ല. സൈറ്റോടോക്സിക് T സെൽസിൻ്റെ മാർക്കർ എന്ന് പറയുന്നത് CD8 ആണ്. ഇവർ റിസീവ് ചെയ്യുന്നത് ക്ലാസ് 1 MHC എന്നാണ് ഇവർ റിസീവ് ചെയ്യുന്നത്. അതേ ഓപ്പോസിറ്റ് ആണ് T helper സെൽസിനകത്ത്. ഇവരുടെ കോ റിസെപ്റ്റർ എന്ന് പറയുന്നത് CD4 ആണ്.
ആൻഡ് ഇവർ ക്ലാസ് 2 MHC എന്നാണ് ഇവർ റിസീവ് ചെയ്യുന്നത്. സോ സൈറ്റോടോക്സിക് ടി സെൽസ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സെൽസ്, വൈറസ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സെൽസ് ഒക്കെയാണ് ഈ ടാർഗറ്റ് സെൽസ് എന്ന് പറയുന്നത്. അതിന് കില്ല് ചെയ്യുന്ന ഫംഗ്ഷൻ ആയതുകൊണ്ട് നമുക്ക് ടാർഗറ്റ് സെല്ലിൽ നിന്ന് MH1 ആണ് നമുക്ക് ജനറലി കാണുന്നത്. അതേപോലെ ആൻറ്റിജൻ പ്രസൻറ്റിംഗ് ആയിട്ടുള്ള സെൽസിനകത്താണ് MHC2 നമുക്ക് കാണാൻ കഴിയുന്നത്. സോ അത് വെച്ച് ഓർത്താൽ മതി. സൈറ്റോടോക്സിക് ടി സെൽസ് ആണെങ്കിൽ CD8 ആണ്, ക്ലാസ് 1 MHC ആണ്. ടി ഹെൽപ്പർ സെൽസ് ആണെങ്കിൽ ക്ലാസ് 2 MHC ആണ്, CD4 ആണ് അവരുടെ മാർക്കർ എന്ന് പറയുന്നത്. സോ എൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് CD8 മാർക്കർ ആൻഡ് ക്ലാസ് 1 MHC റെസ്ട്രിക്റ്റഡ്. So next question, the following scheme represents deletion 1 to 4 in the R2 locus of the phage T4 from a common reference point. 4-point mutation A to D are tested against 4 deletions for their ability positive or inability negative to give the wild type recombinants. The results are summarized based on the above, predict the order of the mutations. സോ ഇതൊരു വലിയ ക്വസ്റ്റ്യൻ ആയിട്ട് കാണുവാണെങ്കിലും വളരെ സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ജെനറ്റിക്സിൽ നിന്ന് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. സോ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഒരു ജീൻ ഉണ്ട്. സോ അതിൽ നിന്ന് ഡെലീഷൻസ് നടക്കുന്നുണ്ട്. സോ ഡെലീഷൻസ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു മ്യൂട്ടേഷൻസിൻ്റെ ഓർഡറാണ് കണ്ടുപിടിക്കാനുള്ളത്. സോ ആദ്യത്തെ ഡെലീഷൻ എന്ന് പറയുന്നത് ഒരു ചെറിയ ഡെലീഷനാണ്. സോ ഇവിടുന്ന് ഒരു സ്മോൾ സെഗ്മെൻറ്റ് ഡിലീറ്റഡ് ആണെന്ന് നോക്കുക. അതിൻ്റെ മ്യൂട്ടേഷൻസ് ഉണ്ടോ ഇല്ലയോ എന്നാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. സോ ഡെലീഷൻ 1-നകത്ത് ഈ ഒരു A പ്രസൻ്റ് ആണ്, B പ്രസൻ്റ് ആണ്, C പ്രസൻ്റ് ആണ്, Dയും പ്രസൻ്റ് ആണ്. അപ്പം ഇവിടുന്ന് നമുക്ക് വേണ്ട ABCD എന്ന് പറയുന്ന ജീൻസ് ഒന്നും ഈ ഡെലീഷനിൽ പോയിട്ടില്ല. പിന്നുള്ളത് ഡെലീഷൻ 2 ഇച്ചിരിയുടെ ലോങ്കർ ആണ്. സോ ഇച്ചിരിയുടെ ലോങ്കർ ആയിട്ടുള്ള ഡെലീഷൻ 2-നകത്ത് A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്, പക്ഷേ D ഇല്ല. അപ്പോൾ ഇവിടെ വരുന്ന ജീൻ ഏതായിരിക്കും? D ആണ് ഇവിടെ ഡിലീറ്റായി പോയത്. പിന്നുള്ളത് ഡെലീഷൻ 3 ഇച്ചിരിയുടെ ലോങ്കർ ആണ്. അപ്പം എന്തായാലും D ഇവിടെ പോയിട്ടുണ്ട്. പിന്നെ ഏതാണ് പോയിട്ടുള്ളത്? A ഉണ്ട്, C ഉണ്ട്, പക്ഷെ B ആണ് ഇല്ലാതെ പോയത്. അപ്പം B ആണ് നെക്സ്റ്റ് വരുന്നത്. പിന്നെ ഡെലീഷൻ 4 ഇച്ചിരിയുടെ ലോങ്കർ ആണ്. അതിനകത്ത് എന്തായാലും Dയും Bയും ഇല്ല. D ഇവിടെ നേരത്തെ ഉണ്ട്, B ഉണ്ട്. പിന്നെ വരുന്നത് ഏതാണ്? A. C അതേപോലെ ഇരിപ്പുണ്ട്, A. അപ്പം A ആണ് ഇവിടെ എക്സ്ട്രാ ആയിട്ട് ഡിലീറ്റഡ് ആയത്. അപ്പം D, B, A, പിന്നെ വരാൻ പോകുന്നത് C ആയിരിക്കും. സോ ഈ ഒരു ഓർഡറാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളത്. സോ D, B, A, C എന്ന് പറയുന്നത് ഈ സെക്കൻഡ് ഓപ്ഷനാണ് കറക്റ്റ്. സോ വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ജെനറ്റിക്സിൽ നിന്ന്. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എന്തായാലും അറ്റൻഡ് ചെയ്യുക. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് in the phylogenetic tree, the branch lengths are drawn proportional to the number of changes along a lineage. Find the correct inference. So, ഈ ഒരു phylogenetic tree വെച്ചിട്ട് ഏതാണ് correct inference എന്നാണ് നമുക്ക് പറയാനുള്ളത്. Bacteria are more closely related to eukarya than archaea. So, eukarya എവിടാണ്? ആർക്കിയ എവിടെയാണ്? ബാക്ടീരിയ മോർ ക്ലോസ്ലി റിലേറ്റഡ് ടു യൂക്കേരിയ എന്നാണ് പറയുന്നത്. ആ ഒരു കൺക്ലൂഷൻ നമുക്ക് ഇവിടെ നിന്ന് വരാൻ പറ്റത്തില്ല. യൂക്കേരിയ ആൻഡ് ആർക്കിയ ആണ് സിസ്റ്റർ സ്പീഷീസ്. സോ ബാക്ടീരിയ മോർ റിലേറ്റഡ് ടു യൂക്കേരിയ ഓർ ആർക്കിയ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഈ ഒരു കോമൺ ആൻസിസ്റ്ററുമായിട്ടാണ് ബാക്ടീരിയ റിലേറ്റഡ് ആയിട്ട് വരുന്നത്. സോ ഇത് തെറ്റാണ്. ബാക്ടീരിയ ആൻഡ് ആർക്കിയ ആർ മോർ സിമിലർ ടു ഈച്ച് അതർ ദെൻ ഈതർ ഓഫ് യൂക്കേരിയ, ബാക്ടീരിയ ആൻഡ് ആർക്കിയ. സോ ബാക്ടീരിയ ആൻഡ് ആർക്കിയ, സോ ഇത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ബാക്ടീരിയ ആൻഡ് ആർക്കിയ സിമിലർ ആണോ നമുക്ക് ഇവിടുന്ന് ഇൻഫറൻസ് തരാൻ പറ്റത്തില്ല. മൂന്നാമത്തെ ഓപ്ഷൻ, ആർക്കിയ ആൻഡ് യൂക്കേരിയ ഡൈവേർജ് ഫ്രം ഈച്ച് അതർ after their common ancestor diverged from bacteria. So archaea and eukarya diverged from their common ancestor, diverged from each other after their common ancestor diverged from bacteria. After their common ancestor diverged from bacteria. So ഇതാണ് correct option എന്ന് പറയുന്നത്. Option 4, cells from 2 different plants can be mixed and forced to fuse. So ഇത് doesn't make any sense. അതിൽ നിന്ന് നമുക്ക് ഇങ്ങനത്തെ ഒരു ഇൻഫറൻസ് എന്തായാലും കൊണ്ടുവരാൻ പറ്റത്തില്ല. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആണ്. സോ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. Following are some of the generalization regarding the energy flow in the ecosystem. Select the correct statement എന്നാണ് ചോദിച്ചിട്ടുള്ളത്. So statement number 1, assimilation efficiency of carnivores is higher than the herbivores. So ഇത് കറക്റ്റ് ആൻസർ ആണ്, ഇത് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ബിക്കോസ് കാർണിവോസ് മീറ്റ് ഈറ്റിംഗ് ആണ്. സോ അവരിൽ ഡൈജഷൻ എന്ന് പറയുന്നത് എളുപ്പമായിരിക്കും. അതേസമയം ഹെർബിവോർസിനകത്ത് പ്ലാന്റ് ബേസ്ഡ് ഫുഡ് ആണെങ്കിൽ സെല്ലുലോസ് പോലത്തെ ഇൻഡൈജസ്റ്റബിൾ കോമ്പോണൻസ് അതിനകത്ത് കൂടുതലാണ്. അതുകൊണ്ട് അസിമിലേഷൻ എഫിഷ്യൻസി കാർണിവോസിൽ ഹയർ ആണ്.
പിന്നെ പറഞ്ഞേക്കുന്നത് കൺസംഷൻ എഫിഷ്യൻസി ഓഫ് അക്വാറ്റിക് ഹെർബിവോർസ് ഇസ് ഹയർ ദെൻ ദ ടെറസ്ട്രിയൽ ഹെർബിവോർസ്. ഇതും കറക്റ്റ് ഓപ്ഷനാണ്. ബിക്കോസ് അക്വാറ്റിക് ഹെർബിവോഴ്സിനകത്ത് പ്ലാങ്ക്ടൻസ് ഒക്കെ റെഡിലി അവൈലബിൾ ആയിട്ടുള്ളതാണ്. അതേസമയം നമ്മൾ ഹയർ ടെറസ്ട്രിയൽ ഹെർബിവോഴ്സിനൊക്കെ നോക്കുമ്പോഴത്തേക്കും വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ കൂടുതലാണ്. സോ പ്ലാന്റ്സിൻ്റെ ചില പാർട്ടേ കഴിക്കാൻ പറ്റത്തുള്ളൂ, ലീവ്സ് അങ്ങനത്തെ സ്പെസിഫിക് ആയിട്ടുള്ള പാർട്സേ കഴിക്കാൻ പറ്റത്തുള്ളൂ. സോ അതുകൊണ്ട് തന്നെ കൺസംഷൻ എഫിഷ്യൻസി ഇൻ അക്വാറ്റിക് ഹെർബിവോഴ്സ് ഇസ് ഹയർ. സോ ഓപ്ഷൻ എയും വരുന്നുണ്ട്, ഓപ്ഷൻ ബിയും വരുന്നുണ്ട്. സോ ഇതിനകത്ത് സി ഉണ്ടോ ഇല്ലയോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. സോ ഓപ്ഷൻ സി എന്താണ്? വേർട്ടിബ്രേറ്റ്സ് ഹാവ് ഹയർ പ്രൊഡക്ഷൻ എഫിഷ്യൻസി ദെൻ ഇൻവേർട്ടിബ്രേറ്റ്സ്. ഇത് റോങ് ആണ്. ബിക്കോസ് വേർട്ടിബ്രേറ്റ്സ് പലരും എൻഡോതേർമിക് ആയിട്ടുള്ളവരാണ്. സോ അവർ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് കുറേ എനർജി പോകുന്നുണ്ട്, കുറേ പ്രൊഡക്ഷൻ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേർട്ടിബ്രേറ്റ്സിന് ഹയർ എഫിഷ്യൻസി അല്ല ഇൻവേർട്ടിബ്രേറ്റ്സിന്. ഇൻവേർട്ടിബ്രേറ്റ്സിനകത്താണ് കൂടുതൽ പ്രൊഡക്ഷൻ എഫിഷ്യൻസി വരുന്നത്. അതുകൊണ്ട് സി തെറ്റാണ്. അതുകൊണ്ട് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എ ആൻഡ് ബി ആണ്. നമുക്ക് ഡി ഓപ്ഷനും കൂടെ നോക്കാം. ട്രോഫിക് ലെവൽ ട്രാൻസ്ഫർ എഫിഷ്യൻസി ഈസ് ഹയർ ഇൻ ടെറസ്ട്രിയൽ ഫുഡ് ചെയിൻസ് ദെൻ മെറൈൻ. അത് തെറ്റാണ്. ടെറസ്ട്രിയൽ ഫുഡ് ചെയിൻസിലല്ല, മെറൈൻ സിസ്റ്റത്തിലാണ് ട്രോഫിക് ലെവൽ ട്രാൻസ്ഫർ എഫിഷ്യൻസി എന്ന് പറയുന്നത് കൂടുതൽ. ബിക്കോസ് നമ്മൾ നേരത്തെ പറഞ്ഞ കാരണങ്ങളൊക്കെ തന്നെ, നേരത്തെ പറഞ്ഞ കൺസംഷൻ എഫിഷ്യൻസിയൊക്കെ അക്വാറ്റിക് ഹെർബിവോഴ്സിലാണ് കൂടുതൽ. ബിക്കോസ് പ്ലാങ്ക്ടൻസ് ഒക്കെ റെഡിലി അവൈലബിൾ ആയിട്ടുള്ള ഫുഡാണ് വെൻ കമ്പയർഡ് ടു ടെറസ്ട്രിയൽ ആയിട്ടുള്ള ഹെർബിവോഴ്സ്. സോ ഇതാണ് നമ്മൾ പറയുന്നത്. കാർണിവോഴ്സിലാണ് ഹെർബിവോഴ്സിനേക്കാളും അസിമിലേഷൻ എഫിഷ്യൻസി കൂടുതൽ. ബിക്കോസ് പ്ലാന്റ്സിനകത്ത് സെല്ലുലോസ് റിച്ച് ആയിട്ടുള്ള ടിഷ്യൂസ് ഉണ്ട് ഇൻഡൈജസ്റ്റബിൾ ആയിട്ടുള്ളത്. ആൻഡ് അക്വാറ്റിക് ഹെർബിവോഴ്സിനാണ് ടെറസ്ട്രിയൽ ഹെർബിവോഴ്സിനേക്കാളും കൺസംഷൻ എഫിഷ്യൻസി കൂടുതൽ. ബിക്കോസ് പ്ലാങ്ക്ടൻസ് റെഡിലി അവൈലബിൾ ആണ്. ബട്ട് ടെറസ്ട്രിയലിനകത്ത് ഇച്ചിരി അൺഈറ്റേൺ ആയിട്ടുള്ള പാർട്സ് ഒക്കെ കാണും. അതേപോലെ തന്നെ ഇൻവേർട്ടിബ്രേറ്റ്സിനകത്താണ് വേർട്ടിബ്രേറ്റ്സിനേക്കാളും പ്രൊഡക്ഷൻ എഫിഷ്യൻസി കൂടുതൽ. ബിക്കോസ് എക്ടോതേർംസിനകത്ത് ഇങ്ങനെ ഹീറ്റ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ മെറൈൻ എക്കോസിസ്റ്റത്തിനകത്താണ് ഫുഡ് ചെയിനിലാണ് ടെറസ്ട്രിയൽ ഫുഡ് ചെയിനേക്കാളും ട്രോഫിക് ട്രാൻസ്ഫർ എഫിഷ്യൻസി കൂടുതൽ. ബിക്കോസ് ഫൈറ്റോപ്ലാങ്ക്ടൻസ് ആർ ഹൈലി ഡൈജസ്റ്റബിൾ ആൻഡ് സപ്പോർട്ട് മോർ എനർജി ട്രാൻസ്ഫർ. സോ എൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓൺലി എ ആൻഡ് ബി ആണ്. സോ ഇത്രയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.